കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ മല്ലികയുടെ പ്രവൃത്തി അഞ്ജനയെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. കൃഷ്ണദാസിന്റെ കേസിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് തിരിച്ചറിയുന്നത് മല്ലികയെ ഞെട്ടിച്ചു കളയുന്നു. ഇതേ തുടർന്ന് ഇനി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള കാര്യം ഉറപ്പായതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് തിരികെ എത്തിയ മല്ലിക തികച്ചും അപ്രതീക്ഷിതമായി പ്രതിഭയും അഞ്ജനയും സംസാരിക്കുന്നത് കാണാൻ ഇടയാകുന്നു. എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈകൾ ചലിപ്പിച്ച് പ്രതിഭ സംസാരിക്കുന്നത് കാണാൻ ഇടയാകുന്നത് മല്ലികയെ ഞെട്ടിച്ചു കളയുകയും ഇതുവരെ തന്നെ ചതിച്ചിരുന്നത് പ്രതിഭ മാത്രമല്ല എന്നും തന്നെ ചതിക്കുന്നതിനായി പ്രതിഭയ്ക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് അഞ്ജനയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വേദനയോടെ മല്ലിക തിരിച്ചറിയുകയും തന്റെ തോൽവി സമ്മതിക്കാൻ തയ്യാറാകാത്ത മല്ലിക ഉടൻ തന്നെ പ്രതികാരം തുടങ്ങണം എന്ന് മനസ്സിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി അഞ്ജനയെ മുറിയിലേക്ക് വിളിപ്പിക്കുന്ന മല്ലിക കയ്യിൽ കരുതിയിരുന്ന റിവോൾവർ എടുത്ത് അഞ്ജനയ്ക്ക് നേരെ നീട്ടുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ പ്രവൃത്തി അഞ്ജനയെ ഞെട്ടിച്ചു കളയുകയും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അഞ്ജന പകച്ചു പോവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് എന്താണ് അമ്മ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് അഞ്ജന ചോദിച്ചതിനെ തുടർന്ന് അഞ്ജനയുടെ ചതികളെല്ലാം തന്നെ വളരെയധികം വേദനിപ്പിച്ചുവെന്നും താൻ അഞ്ജനയെ സ്നേഹിച്ചത് ആത്മാർത്ഥതയോടെയായിരുന്നുവെന്നും പക്ഷേ അതിന് പകരമായി അഞ്ജന തന്നെ ചതിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് മല്ലിക ആരോപിക്കുന്നു. അപ്രതീക്ഷിതമായ ഈ വാക്കുകൾ അഞ്ജനയെ ഞെട്ടിച്ചതിനെ തുടർന്ന് തനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് അഞ്ജന പറയുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് താൻ പലതവണ അഞ്ജനയോട് ചോദിച്ചതാണ് പ്രതിഭയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന്. പക്ഷേ എല്ലായ്പ്പോഴും അഞ്ജന തന്നെ വഞ്ചിച്ചുകൊണ്ട് പ്രതിഭയെ സഹായിക്കുകയായിരുന്നുവെന്നും പ്രതിഭയ്ക്ക് ചലനശേഷിയും സംസാരശേഷിയും തിരികെ ലഭിച്ചു എന്നുള്ള കാര്യം താൻ മനസ്സിലാക്കിയെന്നും അതുകൊണ്ട് തന്നെ തന്നെ ചതിച്ച ആരെയും താൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയുന്ന മല്ലിക തന്നെ ഇപ്പോഴത്തെ കൃഷ്ണദാസിന്റെ കേസിൽ കൊടുക്കുന്നതിനായുള്ള കംപ്ലൈന്റ് നൽകിയത് പ്രതിഭ തന്നെയാണ് എന്നുള്ള കാര്യം താൻ തിരിച്ചറിഞ്ഞതായി പറയുകയും ചെയ്യുന്നു. മല്ലിക അപ്രതീക്ഷിതമായി ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം അറിയുന്നത് അഞ്ജനയ്ക്ക് തിരിച്ചടിയാവുകയും അഞ്ജന മല്ലികയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അഞ്ജന പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാകാത്ത മല്ലിക തൽക്കാലത്തേക്ക് അഞ്ജനയെ താൻ വെറുതെ വിടുകയാണ് എന്നും പക്ഷേ തന്റെ പ്രതികാരത്തിൽ നിന്ന് അഞ്ജന രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന മല്ലിക താൻ പ്രതിഭയെയാണ് ആദ്യം തന്നെ നേരിടാൻ പോകുന്നത് എന്നും അതിനുശേഷം അഞ്ജനയുടെ ഊഴമായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്ന് പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം അഞ്ജനയെ തകർത്ത് കളയുകയും ഉടൻ തന്നെ അഞ്ജന പ്രതിഭയെ ചെന്ന് കണ്ട് മല്ലിക സത്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യം തിരിച്ചറിയുന്നത് പ്രതിഭയെ ഞെട്ടിച്ചു കളയുകയും തന്റെ ജീവന് ഇനി ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യം പ്രതിഭ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.